രാഷ്ട്രീയത്തിൽ ആരൊക്കെ ഏതൊക്കെ സമയത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിൽ തന്നെ എത്രയോ കലാപങ്ങളുണ്ടായിട്ട് കെ മുരളീധരനൊക്കെ രാജിവെച്ച് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി എന്തെല്ലാം പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് എം പി രാഘവൻ എന്തെല്ലാം പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് യു ഡി എഫിലേക്ക്. പി സി ജോർജ് ലോകത്തിൽ ആരെങ്കിലും ചീത്ത വിളിക്കാത്തുള്ളൂ. എല്ലാവരും ചീത്ത വിളിക്കും, ലാസ്റ്റ് അവിടെ പോയി കാര്യം വിളിക്കും. ഞാൻ പറഞ്ഞ കയറും 2 പ്രാവശ്യം BJP പോയി വീണ്ടും അവിടെ ചേർന്നു. യു ഡി എഫിനെ ഉമ്മൻചാണ്ടി സാറിനെ വാനോളം പൂഴ്ത്തി അദ്ദേഹം വീണ്ടും ഉമ്മൻചാണ്ടി സാറിനെ എന്താ പറയുന്നത്, ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് അൻവറും ശ്രീ പ്രതിപക്ഷ നേതാവ് തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ തൽക്കാലം അടച്ചിരിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? UDF കൂടുമ്പോൾ ആലോചിക്കും എന്നുള്ള ലൈനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പാർട്ടി ശക്തമായി അൻവറിനെ UDF സഹകരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി മാത്രമല്ല, ഇവിടുത്തെ ഘടകകക്ഷികളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എല്ലാ ഘടകകക്ഷികളും PV അൻവറെ കൂടി ഉൾക്കൊള്ളേണ്ടതായിരുന്നു. ചില തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ചില തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായി. പ്രതിപക്ഷ നേതാവും അദ്ദേഹവും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൽ ചില അകപ്പുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ UDF ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. ശ്രീ PV അൻവറിനെ അദ്ദേഹത്തെ UDF എടുക്കാൻ തീരുമാനിച്ചു, പ്രതിപക്ഷ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന് സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അന്ന് ആ അസോസിയേറ്റ് കക്ഷിയായി പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ PV അൻവറിനെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും വിട്ടില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അസോസിയേറ്റ് കക്ഷിയായി പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷ നേതാക്കളെ ചുമതലപ്പെടുത്തിയെങ്കിലും ആ ചുമതലപ്പെടുത്താതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണ് സ്വാഭാവികമായ ഒരു മനുഷ്യൻ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ആ പ്രതികരണം പലപ്പോഴും പലർക്കും അത് ദഹിക്കാതെ വന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് സമയത്ത് കാര്യങ്ങൾ അത് നടത്തേണ്ടതായിരുന്നു. അവിടെയാണ് പാളിച്ചുണ്ടായത്. ജില്ലാ പ്രസിഡന്റ് നോമിനേഷൻ കൊടുക്കുമ്പോൾ സൈഡിൽ കാണണം, അത് അദ്ദേഹം പറഞ്ഞില്ല. അതിന് പകരം അവർ നാടകം കളിച്ചു. നാടകം എന്താ? എന്നോട് അല്ലെങ്കിൽ എന്നോട് പറയും, സജി നോമിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വിഷയമുണ്ട്, ഇനി ആള് സജി ഒന്ന് മാറി നിൽക്കണം എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ദുഃഖമില്ല. പക്ഷെ അതിന് പകരം ഇവരാലോചിച്ച് പാർട്ടി ഓഫീസിൽ ആലോചിച്ചിട്ട് ഇലക്ഷൻ ഓഫീസിലേക്ക് വന്നു. അത്രയാക്കും ഒരു 100 പേര് കൂടെ നിൽക്കുക. അവിടെ നാടകം കളിച്ചു പറഞ്ഞു. മോൻസ് പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണം. അദ്ദേഹം പറഞ്ഞു ഞാൻ കയറുന്നില്ല, DC പ്രസിഡന്റ് കയറട്ടെന്ന് പറഞ്ഞു. അപ്പം പറ്റത്തില്ല, തിരുവഞ്ചൂർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് ജോർജ് മത്സരം വെച്ചു. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് നിർബന്ധിച്ചു വെച്ചു. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറയുന്നു മോൻസ് ജോസഫ് വരട്ടെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും നിർത്തില്ല. മോൻസ് ജോസഫ് വരുന്നത് എനിക്ക് തീർക്കാൻ പറ്റില്ലല്ലോ. മൂന്നാമത് മോൻസ് പറഞ്ഞു DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് വേണമെന്ന് പറഞ്ഞു. അതിനെ ഞാൻ എതിർക്കാൻ പറ്റില്ല, പ്രസിഡന്റ് വേണം നിർബന്ധം. നാലാമത് പ്രിയപ്പെട്ട മോൻസ് ജോസഫ് പറഞ്ഞു അതെ നമുക്കൊരു സാമുദായിക പ്രാതിനിധ്യം കൂടെ വേണം, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടെ വേണമെന്ന് പറഞ്ഞു. അത് എന്നെ വെട്ടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു എനിക്കറിയാം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് സാമുദായിക പ്രാതിനിധ്യം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ആ സമുദായത്തിൽപ്പെട്ടവരെ കയറ്റത്തില്ല, ഞാൻ കയറണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല അങ്ങനെ പറയുമെന്നായിരിക്കും ഒരുപക്ഷെ ഇവരൊക്കെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കുഴപ്പമില്ല കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തൊരു അപമാനം എനിക്ക് ഉണ്ടാവാനില്ല. അപ്പോൾ എന്നെ അങ്ങനെ അപമാനിച്ചപ്പോൾ ഫ്രാൻസിസ് കൂടിയാണ് ഉത്തരവാദി. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ സജി കുറച്ചുകൂടി മര്യാദ കാണിക്കണമായിരുന്നു എന്ന് പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹം ആത്മപരിശോധന ചെയ്യട്ടെ. ഞാൻ എല്ലാ മര്യാദകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് മാണി ഗ്രൂപ്പ് എന്ന് പറയാം. ആ മാണി സാറിന് വിഷയം ഉണ്ടായ പാർപ്പാട് വിഷയം ഉണ്ടായപ്പോൾ അന്നത്തെ പല നേതാക്കന്മാരും നോക്കി നിന്നപ്പോൾ ഞാനാണ് ശക്തമായി മാണി സാറിന് വേണ്ടി ഈ മാധ്യമങ്ങൾ പ്രതിരോധിച്ചത്. ബിജു രമേശ് ഉൾപ്പെടെ തത്തയ്ക്ക് വിളിച്ച സാഹചര്യം ഉണ്ടായി. വിന്യസിക്കാൻ അങ്ങ് യോഗ്യത ഉണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങ് ഇവിടെ നിന്നൊരു സുപ്രഭാതത്തിൽപ്പെട്ടത് പൊതുമുള്ള സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ LDP പോയ ആളാണ്. പ്ലീസ് എന്നെ അങ്ങനെ ഉപദേശിക്കില്ലേ. ആ സ്നേഹപൂർവമായ അദ്ദേഹത്തിന്റെ ഉപദേശമാണെങ്കിൽ ഞാൻ ഏതാണ്ട് കുഴപ്പം കാണിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു പറയേണ്ട. സജി മുന്നണിയിൽ നിന്ന് വിട്ടു പോകരുതായിരുന്നു, സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ സജി കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇത്രയും കാലം വളരെ പക്വതയോടെ ഒരു മുന്നണിയും മാറിയിട്ടില്ല. ഞാൻ എന്നും കേരള കോൺഗ്രസ് ആയിരുന്നു, UDF ആയിരുന്നു. ഇത്രയേറെ അപമാനം ഉണ്ടായപ്പോഴാണ് UDF ഞാൻ കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഞാൻ മുന്നണിയിൽ നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടായത്. അതൊക്കെ അവരുടെ ഒത്തിരി കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. ഏതായാലും പറയട്ടെ, സർവശക്തനായ ദൈവവും ജനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ജീവിതത്തിലെ എൻ്റെ ആഗ്രഹം ഒരിക്കലും കേരള കോൺഗ്രസ് പാർട്ടി, അതായത് മാനസാറിൻ്റെ സമയത്ത് ഈ പാർട്ടി ഒരിക്കലും പിളരരുത്, ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച ആളാണ്. അതിനുശേഷം മാനസാറിൻ്റെ മരണശേഷം ഈ പാർട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമെന്നോ ജോസ് കെ മാണി LDP പോകുമെന്നോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. സ്വാഭാവികമായും അന്നൊക്കെ ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലം പോലെ അവിടെ CPM-മായി ഏറ്റുമുട്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഒരിക്കലും LDF-മായി യോജിച്ച് പോകാൻ താല്പര്യമില്ല വന്നപ്പോൾ ഞാൻ UDF-നൊപ്പം നിന്നു, PJ ജോസഫ് സാറിനൊപ്പം നിന്നു. അങ്ങനെയാണ് ജോസ് കെ മാണി പിള്ളേർ LDP പോയപ്പോൾ. അതിനുശേഷവും ഞാനൊരിക്കലും കേരള കോൺഗ്രസ് വിടണം എന്ന് ആഗ്രഹിച്ചതല്ല. അങ്ങനെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഞാൻ വിടാൻ നിർബന്ധിതനായി. ഞാൻ കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിക്കൊപ്പം യൂത്ത് സംസ്ഥാന പ്രസിഡന്റായിരുമ്പോൾ നിന്നപ്പോഴാണ് ഞാൻ PJ ജോസഫ് സാറിനൊപ്പം ഞാൻ ചേരുന്നത്. ഇവിടെ വന്ന് മാണി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്ത് വിഷയങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ കൊണ്ടുവന്നതിന് ഞാൻ നിർണായകമായ ഇടപെടൽ നടത്തിയ ആളാണ്. അതിനുശേഷം
ഇവിടെ എന്താ സംഭവിച്ചത്? എൻ്റെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം അന്ന് ശ്രീ മോൻസ് ജോസഫ് എടുത്തു പോയി ആദ്യം.